എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന PSCയുടെ പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 500 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഉത്തര കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഉത്തര കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത്. കയ്യൂർ സമരത്തെ അധികരിച്ച് ചിരസ്മരണ എന്ന നോവൽ രചിക്കപ്പെട്ട ഭാഷ. കയ്യൂർ സമരത്തെ അധികരിച്ച് ചിരസ്മരണ എന്ന നോവൽ രചിക്കപ്പെട്ട ഭാഷ കന്നഡ. കയ്യൂർ സമരത്തെ അധികരിച്ച് ചിരസ്മരണ എന്ന നോവൽ രചിക്കപ്പെട്ടത് കന്നഡ ഭാഷയിലാണ്. ഭാഷാഭിമാനി, സിംഹളൻ, PK തീയ്യൻ എന്നീ തൂലികാനാമങ്ങളിൽ രചന നടത്തിയിരുന്നത്. ഭാഷാഭിമാനി, സിംഹളൻ, PK തീയ്യൻ എന്നീ തൂലികാനാമങ്ങളിൽ രചന നടത്തിയിരുന്നത് CV കുഞ്ഞിരാമൻ. CV കുഞ്ഞിരാമനാണ് ഭാഷാഭിമാനി, സിംഹളൻ, PK തീയ്യൻ എന്നീ തൂലികാനാമങ്ങളിൽ രചന നടത്തിയിരുന്നത്. എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ. എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ AK ഗോപാലൻ. AK ഗോപാലനാണ് എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ. സമരത്തീച്ചൂളയിൽ ആരുടെ ആത്മകഥയാണ്? സമരത്തീച്ചൂളയിൽ ആരുടെ ആത്മകഥയാണ്? EK നായനാർ. EK നായനാരുടെ ആത്മകഥയാണ് സമരത്തീച്ചൂളയിൽ. കുമാരനാശാൻ ജനിച്ച തറവാടിൻ്റെ പേര്. കുമാരനാശാൻ ജനിച്ച തറവാടിൻ്റെ പേര് തൊമ്മൻ വിളാകത്ത്. തൊമ്മൻ വിളാകത്താണ് കുമാരനാശാൻ ജനിച്ച തറവാടിൻ്റെ പേര്. ഗാന്ധിജി തൻ്റെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് അയ്യങ്കാളിയെ കണ്ടത്? ഗാന്ധിജി തൻ്റെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് അയ്യങ്കാളിയെ കണ്ടത്? 5ാമത്. 1937 5ാമത്തെ പ്രാവശ്യം ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോഴാണ് അയ്യങ്കാളിയെ കണ്ടത്. 1961 പ്രശസ്തമായ അമരാവതി സത്യാഗ്രഹം നയിച്ചത്. 1961 പ്രശസ്തമായ അമരാവതി സത്യാഗ്രഹം നയിച്ചത് AK ഗോപാലൻ. AK ഗോപാലനാണ് 1961 പ്രശസ്തമായ അമരാവതി സത്യാഗ്രഹം നയിച്ചത്. കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം. കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം 1941. 1941 കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപം കൊണ്ടത്. ദ്രാവിഡ ദളിതൻ എന്ന ആശയം അവതരിപ്പിച്ച നവോത്ഥാന നായകൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം അവതരിപ്പിച്ച നവോത്ഥാന നായകൻ പൊയ്കയിൽ ശ്രീകുമാരഗുരുദേവൻ. പൊയ്കയിൽ ശ്രീകുമാരഗുരുദേവനാണ് ദ്രാവിഡ ദളിതൻ എന്ന ആശയം അവതരിപ്പിച്ച നവോത്ഥാന നായകൻ. കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചതാര്? കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചത് റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചത്. ഇന്ദ്രനീലത്തിൻ്റെ രാസനാമം. ഇന്ദ്രനീലത്തിൻ്റെ രാസനാമം അലുമിനിയം ഓക്സൈഡ്. അലുമിനിയം ഓക്സൈഡ് എന്നതാണ് ഇന്ദ്രനീലത്തിൻ്റെ രാസനാമം. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നതെന്ന്. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം മദർ ഹൗസ്. കൊൽക്കത്തയിലെ മദർ ഹൗസാണ് മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് സ്പോണ്ടിലൈറ്റിസ്? ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് സ്പോണ്ടിലൈറ്റിസ്? നട്ടെല്ല്. നട്ടെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് സ്പോണ്ടിലൈറ്റിസ്. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഹേബർലാൻഡ്. ഹേബർലാൻഡാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി. മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത് എവിടെ? മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത് എവിടെയാണ്? ഫല്ലോപ്പിയൻ ട്യൂബ്. ഫല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP. അഡോനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡോനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP ആണ് കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത്. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു ഫോസ്ജീൻ. ഫോസ്ജീനാണ് ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു. 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടതാര്? മൗലവി അഹമ്മദുള്ള ഷാ. മൗലവി അഹമ്മദുള്ള ഷായാണ് 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത്. ഏത് മൂലകത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്? ഏത് മൂലകത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്?
യുറേനിയം. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്? സെക്രട്ടറി. സെക്രട്ടറിയാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ദാമോദർ വാലി. ദാമോദർ വാലി പദ്ധതിയാണ് അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കനോലി. HV കനോലിയാണ് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം. നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം 3 പാളികളാണുള്ളത്. ദൃഢപടലം, രക്തപടലം, റെറ്റിന. നേത്രഗോളത്തിൽ 3 പാളികളാണ് ഉള്ളത്. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖടക്വാസ്ല. ഖടക്വാസ്ലയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് വിനോബ ഭാവെ. വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത്. കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി. കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിക്കപ്പെട്ടതെന്നാണ്? 1947 സെപ്റ്റംബർ 4. 1947 സെപ്റ്റംബർ 4 തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിക്കപ്പെട്ടത്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത് AK ഗോപാലൻ. AK ഗോപാലനാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത്. ആൻഡമാനിലെ റോസ് ദ്വീപിനെ 2018 ഡിസംബറിൽ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാണ് ആൻഡമാനിലെ റോസ് ദ്വീപിനെ 2018 ഡിസംബറിൽ പുനർനാമകരണം ചെയ്തത്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏതാണ്? ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് വീലർ ദ്വീപ്. വീലർ ദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ്. കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊയിലാണ്ടി. കൊയിലാണ്ടിയാണ് കോവിൽക്കണ്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. ആരുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ? ആരുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ? തിക്കൊടിയൻ. തിക്കൊടിയൻ്റെ ആത്മകഥയുടെ പേരാണ് അരങ്ങു കാണാത്ത നടൻ. ലക്ഷദ്വീപിലെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ദ്വീപിലാണ്? ലക്ഷദ്വീപിലെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ദ്വീപിലാണ്? അഗത്തി. അഗത്തി ദ്വീപിലാണ് ലക്ഷദ്വീപിൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സൈനിക സ്കൂൾ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. സൈനിക സ്കൂൾ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് സൈനിക സ്കൂൾ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള വനിതയാര്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള വനിത ഷീല ദീക്ഷിത്. ഷീല ദീക്ഷിതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള വനിത. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിള്ളിക്കുരിശിമംഗലം. കിള്ളിക്കുരിശിമംഗലത്താണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് ആണ് കേരളത്തിൽ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. മുക്കോല പെരുമാൾ എന്ന ശില്പത്തിൻ്റെ ശില്പി. മുക്കോല പെരുമാൾ എന്ന ശില്പത്തിൻ്റെ ശില്പി കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമനാണ് മുക്കോല പെരുമാൾ എന്ന ശില്പത്തിൻ്റെ ശില്പി. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമുള്ള ഓക്സിജന്റെ നിറമെന്ത്? ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമുള്ള ഓക്സിജന്റെ നിറം ഇളം നീല. ഇളം നീലയാണ് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഓക്സിജന്റെ നിറം. കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്?
കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുതുമലൈ നാഷണൽ പാർക്ക്. മുതുമലൈ നാഷണൽ പാർക്കാണ് കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം. മന്ത് പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? മന്ത് പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? ക്യൂലെക്സ് പെൺകൊതുകുകൾ. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. ഗ്രാമി അവാർഡ്, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി. ഗ്രാമി അവാർഡ്, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറാണ് ഗ്രാമി അവാർഡ്, ഭാരതരത്നം എന്നിവ നേടിയ ആദ്യ വ്യക്തി. ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ് ആരാണ്? ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ്. ഏത് സമരവുമായി ബന്ധപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന നീക്കം നടത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സമരവുമായി ബന്ധപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന നീക്കം നടത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. നിലമ്പൂർ ആയിഷ പ്രശസ്തിയായത് ഏത് മേഖലയിലാണ്? നിലമ്പൂർ ആയിഷ പ്രശസ്തിയായത് ഏത് മേഖലയിലാണ്? നാടകാഭിനയം. നാടകാഭിനയത്തിലാണ് നിലമ്പൂർ ആയിഷ പ്രശസ്തിയായത്. ഇന്ത്യയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി പദത്തിലിരുന്ന ആദ്യ വനിത ആരാണ്? ഇന്ത്യയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി പദത്തിലിരുന്ന ആദ്യ വനിത മമതാ ബാനർജി. മമതാ ബാനർജിയാണ് ഇന്ത്യയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി പദത്തിലിരുന്ന ആദ്യ വനിത. 18-ാം നൂറ്റാണ്ടിലെ അന്നപൂർണ ദേവി വിഗ്രഹം ഇന്ത്യക്ക് തിരികെ നൽകാൻ തീരുമാനിച്ച രാജ്യം? കാനഡ. കാനഡയാണ് 18-ാം നൂറ്റാണ്ടിലെ അന്നപൂർണ ദേവി വിഗ്രഹം ഇന്ത്യക്ക് തിരികെ നൽകാൻ തീരുമാനിച്ച രാജ്യം. ഡൽഹിയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് സർവീസ്? ബസ് ടു ലണ്ടൻ. ബസ് ടു ലണ്ടൻ എന്ന ബസ് സർവീസാണ് ഡൽഹിയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് സർവീസ്. ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപ്? ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപ് കരാങ് ദ്വീപ്. മണിപ്പൂരിലെ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കരാങ് ദ്വീപാണ് ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനം. ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഔറംഗാബാദിലെ ഡൽഹി ഗേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്ന തടാകം ഏതാണ്? സലിം അലി തടാകം. സലിം അലി തടാകമാണ് ഔറംഗാബാദിലെ ഡൽഹി ഗേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്ന തടാകം. ഏറ്റവും കുറച്ച് താപീയ വികാസം ഉണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത്? ഏറ്റവും കുറച്ച് താപീയ വികാസം ഉണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഖരാവസ്ഥ. ഖരാവസ്ഥയിലാണ് ഏറ്റവും കുറച്ച് താപീയ വികാസം ഉണ്ടാകുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതായിരുന്നു? ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം. ഹൃദയപേശികൾക്ക് ശുദ്ധരക്തം നൽകുന്ന ധമനി? ഹൃദയപേശികൾക്ക് ശുദ്ധരക്തം നൽകുന്ന ധമനി കൊറോണറി ധമനി. കൊറോണറി ധമനിയാണ് ഹൃദയപേശികൾക്ക് ശുദ്ധരക്തം നൽകുന്ന ധമനി. മരുന്നുകളെക്കുറിച്ചുള്ള പഠനം? മരുന്നുകളെക്കുറിച്ചുള്ള പഠനം ഫാർമക്കോളജി. ഫാർമക്കോളജിയാണ് മരുന്നുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം? ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം അറ്റോമിക ആരം. അറ്റോമിക ആരം എന്നാണ് ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം അറിയപ്പെടുന്നത്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള വസ്തു? പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള വസ്തു വജ്രം. വജ്രമാണ് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള വസ്തു. സ്വർണം ലയിക്കുന്ന ലായനി? സ്വർണം ലയിക്കുന്ന ലായനി അക്വാറീജിയ. അക്വാറീജിയാണ് സ്വർണം ലയിക്കുന്ന ലായനി. മസ്കറ്റ്, മൃദുല, ജ്യോതി എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? മാതളം. മാതളത്തിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ് മസ്കറ്റ്, മൃദുല, ജ്യോതി എന്നിവ. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഏത് വർഷമാണ്? 1854. 1854 ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഇന്ത്യയിൽ ഉത്തരമഹാസമതലത്തിൻ്റെ നീളം എത്രയാണ്? ഇന്ത്യയിൽ ഉത്തരമഹാസമതലത്തിൻ്റെ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ. 2400 കിലോമീറ്ററാണ് ഇന്ത്യയിൽ ഉത്തരമഹാസമതലത്തിൻ്റെ നീളം. വായിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം? വായിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം 3 ജോഡി. വായിൽ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്.
സൂര്യൻ്റെ പ്രായം ഏകദേശം എത്രയാണ്? സൂര്യൻ്റെ പ്രായം ഏകദേശം എത്രയാണ്? 460 കോടി വർഷം. 460 കോടി വർഷമാണ് സൂര്യൻ്റെ ഏകദേശം പ്രായം. ദക്ഷിണാഫ്രിക്കൻ വാസം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ദക്ഷിണാഫ്രിക്കൻ വാസം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്നാണ്? 1915 ജനുവരി 9. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കൻ വാസം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഏത് സത്യാഗ്രഹത്തിലെ നേതൃത്വപരമായ പങ്കാളിത്തത്തിലൂടെയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി പേര് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹത്തിലെ നേതൃത്വപരമായ പങ്കാളിത്തത്തിലൂടെയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി പേര് ലഭിച്ചത്. ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരം? ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരം. പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയായ ഫ്രക്ടോസിൻ്റെ മറ്റൊരു പേര്? പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയായ ഫ്രക്ടോസിൻ്റെ മറ്റൊരു പേര് ലെവുലോസ്. ലെവുലോസ് എന്നാണ് പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയായ ഫ്രക്ടോസിൻ്റെ മറ്റൊരു പേര്. പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു? പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലിൻ. നാഫ്തലിനാണ് പാറ്റഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി. സമത്വവാദി എന്ന നാടകം രചിച്ചത്? സമത്വവാദി എന്ന നാടകം രചിച്ചത് പുളിമാന പരമേശ്വരൻ പിള്ള. പുളിമാന പരമേശ്വരൻ പിള്ളയാണ് സമത്വവാദി എന്ന നാടകം രചിച്ചത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്റർ സ്ഥാപിതമായ വർഷം? തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്റർ സ്ഥാപിതമായ വർഷം 1981. 1981 തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്റർ സ്ഥാപിതമായത്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി? മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററിയാണ് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി. അമീബയുടെ ശ്വസനോപാധി ഏത്? അമീബയുടെ ശ്വസനോപാധി ഏത്? കോശസ്തരം. കോശസ്തരമാണ് അമീബയുടെ ശ്വസനോപാധി. ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ്? ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലാണ് ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്നത്. കേരളീയ നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത്? കേരളീയ നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത്. ബോംബെ ക്രോണിക്കിൾ പത്രത്തിൻ്റെ സ്ഥാപകൻ? ബോംബെ ക്രോണിക്കിൾ പത്രത്തിൻ്റെ സ്ഥാപകൻ ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്തയാണ് ബോംബെ ക്രോണിക്കിൾ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് സിറ്റി എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് സിറ്റി എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ. കോയമ്പത്തൂറാണ് ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് സിറ്റി എന്നറിയപ്പെടുന്നത്. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം? ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഉത്തരായന രേഖ 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. എലിഫന്റ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം? എലിഫന്റ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം ജയ്പൂർ. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് എലിഫന്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം നൽകിയ സൈനിക കമാൻഡർ? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം നൽകിയ സൈനിക കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ കുൽദീപ് സിംഗ് ബ്രാർ. ലഫ്റ്റനന്റ് ജനറൽ കുൽദീപ് സിംഗ് ബ്രാറാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം നൽകിയ സൈനിക കമാൻഡർ. ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്ത് കലാപത്തെ പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെൻ്ററി? ഗുജറാത്ത് കലാപത്തെ പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെൻ്ററി ദ ഫൈനൽ സൊല്യൂഷൻ. ദ ഫൈനൽ സൊല്യൂഷൻ എന്നതാണ് ഗുജറാത്ത് കലാപത്തെ പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെൻ്ററി. ടിപ്പു സുൽത്താൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ടിപ്പു സുൽത്താൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണത്താണ് ടിപ്പു സുൽത്താൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനം? നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് നിർബന്ധിത മതപരിവർത്തന നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനം. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്.
6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ആരംഭിച്ച പദ്ധതി സർവശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ എന്ന പദ്ധതിയാണ് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ ഗവർണർ. ഗവർണറാണ് സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം മസൂറി. മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം. സെല്ലുലാർ ജയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വർഷം. സെല്ലുലാർ ജയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വർഷം 1906. 1906ലാണ് സെല്ലുലാർ ജയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ധൻബാദ്. ജാർഖണ്ഡിലെ ധൻബാദിലാണ് സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ ആസ്ഥാനം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ ആസ്ഥാനം ബംഗളൂരു. ബംഗളൂരുവാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ ആസ്ഥാനം. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മണ്ഡോവി നദി. മണ്ഡോവി നദിയാണ് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. സിനിമ ആക്കിയ ആദ്യ മലയാള സാഹിത്യകൃതി. സിനിമയാക്കിയ ആദ്യ മലയാള സാഹിത്യകൃതി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യ മലയാള സാഹിത്യകൃതി. ഡെക്കാൻ ഹെറാൾഡിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി. ഡെക്കാൻ ഹെറാൾഡിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ്. പോത്തൻ ജോസഫാണ് ഡെക്കാൻ ഹെറാൾഡിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി. സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡാണ് സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. സിലിക്കോസിസ് ബാധിക്കുന്ന ശരീരഭാഗം. സിലിക്കോസിസ് ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം. ശ്വാസകോശമാണ് സിലിക്കോസിസ് ബാധിക്കുന്ന ശരീരഭാഗം. ഭൂവൽക്കത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമേത്? ഭൂവൽക്കത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം സിലിക്കൺ. ഒന്നാമത് ഓക്സിജനാണ്. സിലിക്കണാണ് ഭൂവൽക്കത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. വാതക രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോൺ. വാതക രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോൺ എഥിലിൻ. എഥിലിനാണ് വാതക രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോൺ. ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉപയോഗപ്പെടുത്തി സഞ്ചരിക്കുന്ന ഒരു ജീവി. ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉപയോഗപ്പെടുത്തി സഞ്ചരിക്കുന്ന ഒരു ജീവി വവ്വാൽ. വവ്വാലാണ് ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉപയോഗപ്പെടുത്തി സഞ്ചരിക്കുന്ന ഒരു ജീവി. PVCയുടെ പൂർണ്ണരൂപം. PVCയുടെ പൂർണ്ണരൂപം പോളിവിനൈൽ ക്ലോറൈഡ്. പോളിവിനൈൽ ക്ലോറൈഡ് എന്നതാണ് PVCയുടെ പൂർണ്ണരൂപം. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. ടൈറ്റനാണ് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കാർബൺ നാനോ ട്യൂബ് കണ്ടെത്തിയ സ്ഥലം കീലാടി. തമിഴ്നാട്ടിലെ കീലാടിയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കാർബൺ നാനോ ട്യൂബ് കണ്ടെത്തിയത്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ കേരളത്തിലെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മലപ്പുറം. മലപ്പുറത്താണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ കേരളത്തിലെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. പൈക്ക കലാപത്തിന് വേദിയായത് ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ഒഡീഷ. ഒഡീഷയിലാണ് പൈക്ക കലാപം വേദിയായ ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനം. എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരിയായ ആദ്യ ഇന്ത്യൻ വനിത. എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരിയായ ആദ്യ ഇന്ത്യൻ വനിത അരുണിമ സിൻഹ. അരുണിമ സിൻഹയാണ് എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരിയായ ആദ്യ ഇന്ത്യൻ വനിത. ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് ആര്? ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത്. പീരിയോഡിക് ടേബിളിൽ ഏത് പീരീഡിലാണ് ഓക്സിജന്റെ സ്ഥാനം? 2. പീരിയോഡിക് ടേബിളിൽ രണ്ടാമത്തെ പീരീഡിലാണ് ഓക്സിജന്റെ സ്ഥാനം. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കുരുമുളക്. കരിമുണ്ട കുരുമുളക് എന്ന കാർഷിക വിളയാണ്. ഏത് പട്ടാള യൂണിറ്റിലാണ് മംഗൾ പാണ്ഡെ അംഗമായിരുന്നത്? ഏത് പട്ടാള യൂണിറ്റിലാണ് മംഗൾ പാണ്ഡെ അംഗമായിരുന്നത്? 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലാണ് മംഗൾ പാണ്ഡെ അംഗമായിരുന്നത്. കേരളത്തിലെ രണ്ടാമത്തെയും മലബാറിലെ ആദ്യത്തെയും ഡീസൽ വൈദ്യുത നിലയം നല്ലണം.
നല്ലളമാണ് കേരളത്തിലെ രണ്ടാമത്തെയും മലബാറിലെ ആദ്യത്തെയും ഡീസൽ വൈദ്യുത നിലയം. മലബാർ ജില്ലാ ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. മലബാർ ജില്ലാ ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് PT ഭാസ്കരപ്പണിക്കർ. PT ഭാസ്കരപ്പണിക്കറാണ് മലബാർ ജില്ലാ ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1960 സെപ്റ്റംബർ 19. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. ഇരുമ്പിൻ്റെ അഭാവം മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ. അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അനീമിയയാണ് ഇരുമ്പിൻ്റെ അഭാവം മൂലം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ. കേരളത്തിലെ അധസ്ഥിതരെ അടിമസന്ധികൾ എന്ന് വിശേഷിപ്പിച്ചത് ആര്? കേരളത്തിലെ അധസ്ഥിതരെ അടിമസന്തതികൾ എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ കുമാരഗുരുദേവൻ. ശ്രീ കുമാരഗുരുദേവനാണ് കേരളത്തിലെ അധസ്ഥിതരെ അടിമസന്തതികൾ എന്ന് വിശേഷിപ്പിച്ചത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം സ്ഥിതികോർജം. സ്ഥിതികോർജമാണ് വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം. ഇന്ത്യയിൽ ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിലാണ് ഇന്ത്യയിൽ ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത്. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം ഏതാണ്? സ്ഥിതവൈദ്യുത ബലം. സ്ഥിതവൈദ്യുത ബലം മൂലമാണ് മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം ഡോക്ടർ കലാം സ്മൃതി ഇൻ്റർനാഷണൽ സയൻസ് ആൻഡ് സ്പേസ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? വെള്ളനാട്. തിരുവനന്തപുരത്തെ വെള്ളനാടിലാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം ഡോക്ടർ കലാം സ്മൃതി ഇൻ്റർനാഷണൽ സയൻസ് ആൻഡ് സ്പേസ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ അനിമേഷൻ്റെ പിതാവ്. ഇന്ത്യൻ അനിമേഷൻ്റെ പിതാവ് റാം മോഹൻ. റാം മോഹനാണ് ഇന്ത്യൻ അനിമേഷൻ്റെ പിതാവ്. അന്നനാളത്തിൻ്റെ ക്രമാനുഗതമായ തരംഗരൂപത്തിലുള്ള ചലനം. അന്നനാളത്തിൻ്റെ ക്രമാനുഗതമായ തരംഗരൂപത്തിലുള്ള ചലനം പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്നാണ് അന്നനാളത്തിൻ്റെ ക്രമാനുഗതമായ തരംഗരൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്നത്. രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി കുറയുന്ന അവസ്ഥ. രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി കുറയുന്ന അവസ്ഥ ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയയാണ് രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് ബാക്ടീരിയയാണ് പാലിനെ തൈരാക്കുന്നത്. കാറ്റിൻ്റെ ദിശ അറിയുന്നതിനുള്ള ഉപകരണം. കാറ്റിൻ്റെ ദിശ അറിയുന്നതിനുള്ള ഉപകരണം വിൻഡ് വേൻ. വിൻഡ് വേനാണ് കാറ്റിൻ്റെ ദിശ അറിയുന്നതിനുള്ള ഉപകരണം. മാനസിക രോഗത്തിനുള്ള മരുന്നുകളെക്കുറിച്ചുള്ള പഠനം. മാനസിക രോഗത്തിനുള്ള മരുന്നുകളെക്കുറിച്ചുള്ള പഠനം സൈക്കോ ഫാർമക്കോളജി. സൈക്കോ ഫാർമക്കോളജിയാണ് മാനസിക രോഗത്തിനുള്ള മരുന്നുകളെക്കുറിച്ചുള്ള പഠനം. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1924 നടന്ന സവർണ ജാഥ ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ് നിവേദനം സമർപ്പിച്ചത്? സേതു ലക്ഷ്മിബായി. സേതു ലക്ഷ്മിബായിക്കാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1924 നടന്ന സവർണ ജാഥ നിവേദനം സമർപ്പിച്ചത്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ് സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്നുള്ളത്. കണ്ണൂർ ജില്ലയിലെ കണ്ടകെ ഗ്രാമത്തിൽ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ നടത്തിയ സമരത്തിൻ്റെ പേര് മേച്ചിൽ പുല്ല് സമരം. മേച്ചിൽ പുല്ല് സമരമാണ് കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ നടത്തിയ സമരത്തിൻ്റെ പേര്. മഹാത്മാഗാന്ധിയുടെ വാർധ ആശ്രമത്തിൽ അന്തേവാസിയായിരുന്ന പിൽക്കാലത്ത് പ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് MN ഗോവിന്ദൻ നായർ. MN ഗോവിന്ദൻ നായരാണ് മഹാത്മാഗാന്ധിയുടെ വാർധ ആശ്രമത്തിൽ അന്തേവാസിയായിരുന്ന പിൽക്കാലത്ത് പ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടത്.
പട്ടം എ താണുപിള്ള, സി കേശവൻ, ടി എം വർഗീസ്. പട്ടം എ താണുപിള്ള, സി കേശവൻ, ടി എം വർഗീസ് എന്നിവരാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടത്. ജർമ്മനിയിലെ ബെർലിനിൽ പ്രോ ഇന്ത്യ എന്ന പത്രം പ്രസിദ്ധീകരിച്ച മലയാളി വിപ്ലവകാരി ചെമ്പക രാമൻപിള്ള. ചെമ്പക രാമൻപിള്ളയാണ് ജർമ്മനിയിലെ ബെർലിനിൽ പ്രോ ഇന്ത്യ എന്ന പത്രം പ്രസിദ്ധീകരിച്ച മലയാളി വിപ്ലവകാരി. 1936 നിലവിൽ വന്ന സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിലുള്ള മദിരാശി മന്ത്രിസഭയിൽ മലബാറിൻ്റെ പ്രതിനിധിയായി അംഗത്വം നേടിയത് കോങ്ങാട്ടിൽ രാമൻ മേനോൻ. കോങ്ങാട്ടിൽ രാമൻ മേനോനാണ് 1936 നിലവിൽ വന്ന സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിലുള്ള മദിരാശി മന്ത്രിസഭയിൽ മലബാറിൻ്റെ പ്രതിനിധിയായി അംഗത്വം നേടിയത് കോങ്ങാട്ടിൽ രാമൻ മേനോൻ. SN ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നങ്ങ്യാർകുളങ്ങര. ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങരയിലാണ് SN ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായ മലയാളി. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായ മലയാളി ജോർജ് ജോസഫ്. ജോർജ് ജോസഫാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായ മലയാളി. കേരളത്തിൽ ആദ്യമായി ചുവരെഴുത്തുകളിലൂടെ സാമൂഹിക വിപ്ലവാഹനം നടത്തിയത് കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താനാണ് കേരളത്തിൽ ആദ്യമായി ചുവരെഴുത്തുകളിലൂടെ സാമൂഹിക വിപ്ലവാഹ്വാനം നടത്തിയത്. കൊച്ചി രാജ്യത്തും തിരുക്കൊച്ചി സംസ്ഥാനത്തും മന്ത്രിപദവി വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് കൊച്ചി രാജ്യത്തും തിരുക്കൊച്ചി സംസ്ഥാനത്തും മന്ത്രിപദവി വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ശ്രീ കുമാരഗുരുദേവൻ. ശ്രീ കുമാരഗുരുദേവനാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത്. മീസിൽസ്, അഞ്ചാം പനി എന്നറിയപ്പെടുന്ന രോഗം റൂബിയോള. റൂബിയോളയാണ് മീസിൽസ് അഥവാ അഞ്ചാം പനി എന്നറിയപ്പെടുന്ന രോഗം. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പട്ടി. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ പട്ടി സ്നൂപ്പി. സ്നൂപ്പിയാണ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ പട്ടി. രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ്. രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് ജോസഫ് ലിസ്റ്റർ. ജോസഫ് ലിസ്റ്ററാണ് രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ്. യൂക്കാലിപ്റ്റസ് മരത്തിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവി കോല. കോല എന്ന ജീവിയാണ് യൂക്കാലിപ്റ്റസ് മരത്തിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവി. മുന്നോട്ടും പിറകോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ്? മുന്നോട്ടും പിറകോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡാണ് മുന്നോട്ടും പിറകോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി. നിരണം കവികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാം? നിരണം കവികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാം? മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ എന്നിവരെല്ലാമാണ് നിരണം കവികൾ എന്നറിയപ്പെട്ടത്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതായിരുന്നു? ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതായിരുന്നു? മീഥൈൽ ഐസോസയനേറ്റ്. മീഥൈൽ ഐസോസയനേറ്റ് ആണ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീനാണ് ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം മിതവാദികൾ. മിതവാദികളാണ് രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം. ലോകത്ത് ആദ്യമായി റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം. ലോകത്ത് ആദ്യമായി റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം സൗദി അറേബ്യ. 2017 സൗദി അറേബ്യയാണ് ലോകത്ത് ആദ്യമായി ഒരു റോബോട്ടിന് പൗരത്വം നൽകിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് തിത്തൽ. ഗുജറാത്തിലെ തിത്തലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. ദർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം ആരംഭിച്ചതാര്? ദർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം ആരംഭിച്ചത് മൃണാളിനി സാരാഭായ്. മൃണാളിനി സാരാഭായിയാണ് ദർപ്പണ എന്ന പേരിൽ നൃത്തവിദ്യാലയം ആരംഭിച്ചത്. ഭൂമിയുടെ ഏത് പ്രത്യേകതയാണ് അതിനെ സൗരവാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്? ഭൂമിയുടെ കാന്തിക മണ്ഡലം. ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ് ഭൂമിയെ സൗരവാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ 78% ഏത് വാതകമാണ്? അന്തരീക്ഷത്തിൻ്റെ 78% ഏത് വാതകമാണ്? നൈട്രജൻ. അന്തരീക്ഷത്തിൻ്റെ 78% നൈട്രജനാണ്.
അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട്ട്. എസ് കെ പൊറ്റക്കാട്ടാണ് അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. വിപ്ലവകാരികളുടെ സമുന്നത ധീരനേതാവ് എന്ന് ബ്രിട്ടീഷ് പട്ടാള മേധാവി സർ ഹ്യൂ റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണി. ഝാൻസി റാണിയെയാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീരനേതാവ് എന്ന് ബ്രിട്ടീഷ് പട്ടാള മേധാവി സർ ഹ്യൂ റോസ് വിശേഷിപ്പിച്ചത്. കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂറാണ് കേരളത്തിലെ വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം. ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? കെ എം മുൻഷിയാണ് ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പേ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചതാര്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പേ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത്. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരായിരുന്നു? അബ്ബാസ് ത്യാബ്ജി ആയിരുന്നു ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത്. ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ ഏതാണ്? നീലഗിരി മൗണ്ടൻ ട്രെയിനാണ് ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ. വംശനാശ ഭീഷണി നേരിടുന്ന ഹങ്കുൾ മാനുകളെ, കശ്മീർ സ്റ്റാഗുകളെ സംരക്ഷിക്കുന്ന പ്രശസ്തമായ ദേശീയോദ്യാനം ഏതാണ്? ദച്ചിഗാം നാഷണൽ പാർക്കാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഹങ്കുൾ മാനുകളെ സംരക്ഷിക്കുന്ന പ്രശസ്തമായ ദേശീയോദ്യാനം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത കെ കെ ഉഷയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ടാനിക് ആസിഡാണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ഏത് നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ്? പാസ്കൽ നിയമം. വാഹനങ്ങളിലെ ഹൈഡ്രോളിക് ബ്രേക്ക് പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ്. സസ്യങ്ങളിൽ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസാണ് സസ്യങ്ങളിൽ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. കേരളത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിച്ച് നിയമസഭാംഗമായ വ്യക്തി? കെ എം മാണിയാണ് കേരളത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന്, പാലാ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിച്ച് നിയമസഭാംഗമായ വ്യക്തി. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെയ്സീനാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രക്തം കട്ടപിടിക്കാതിരിക്കാൻ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ആണ് രക്തം കട്ടപിടിക്കാതിരിക്കാൻ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? രോഹിണിയാണ് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ആരവല്ലിയാണ് മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. അയിരിലെ മാലിന്യങ്ങളായ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ? ഫ്ലക്സ് ആണ് അയിരിലെ മാലിന്യങ്ങളായ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ. CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായ 1921 ആരംഭിച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ് CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായ 1921 ആരംഭിച്ച പാർട്ടി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലാവോസിയായിരുന്നു ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയത്. ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്?
ആരുടെ ആത്മകഥയാണ്? നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയാണ് ജീവിതത്തിൻ്റെ അരങ്ങ്. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിക്കുക എന്നതാണ് ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? GB പന്ത്. GB പന്തിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര്? ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര്. ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തപ്തി നദി. ഗുജറാത്തിലെ തപ്തി നദിയിലാണ് ഉക്കായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. എമറാൾഡ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം? എമറാൾഡ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകളാണ് എമറാൾഡ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി വധിക്കപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി വധിക്കപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലെ. ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി വധിക്കപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ്. കർണാടകയുടെ നിയമസഭാ മന്ദിരം? കർണാടകയുടെ നിയമസഭാ മന്ദിരം വിധാനസൗധ. ബംഗളൂരുവിലെ വിധാനസൗധയാണ് കർണാടകയിലെ നിയമസഭാ മന്ദിരം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം? ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം. 1901 കൽക്കട്ട സമ്മേളനത്തിനാണ് ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം നട്ടുപിടിപ്പിച്ച സ്ഥലം? ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം നട്ടുപിടിപ്പിച്ച സ്ഥലം ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണത്താണ് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം നട്ടുപിടിപ്പിച്ചത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രമായ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം? മസൂറി. ഉത്തരാഖണ്ഡിലെ മസൂറിയിലാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രമായ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം. വിദ്യാർത്ഥികളിൽ ക്ലാസ് റൂം ഇതര ക്രമീകരണങ്ങളിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാങ്കേതിക പഠനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി? രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാനാണ് വിദ്യാർത്ഥികളിൽ ക്ലാസ് റൂം ഇതര ക്രമീകരണങ്ങളിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാങ്കേതിക പഠനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി. അലസവാതകങ്ങളുടെ സംയോജകത? അലസവാതകങ്ങളുടെ സംയോജകത 0. 0 അലസവാതകങ്ങളുടെ സംയോജകത. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മൈസൂരു. മൈസൂരുവിലാണ് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ 1787 ഗോവയിൽ നടന്ന കലാപം? പിൻഡോ കലാപം. പിൻഡോ കലാപമാണ് പോർച്ചുഗീസുകാർക്കെതിരെ 1787 ഗോവയിൽ നടന്ന കലാപം. ബൊറാക്സ് എന്തിൻ്റെ അയിരാണ്? ബൊറാക്സ് എന്തിൻ്റെ അയിരാണ്? സോഡിയം. സോഡിയത്തിൻ്റെ അയിരാണ് ബൊറാക്സ്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ അന്ത്യവിശ്രമ സ്ഥലം? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ അന്ത്യവിശ്രമ സ്ഥലം പയ്യാമ്പലം. കണ്ണൂരിലെ പയ്യാമ്പലത്താണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അധസ്ഥിത വിഭാഗത്തിൽ നിന്നുള്ള ഏക വനിത? ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അധസ്ഥിത വിഭാഗത്തിൽ നിന്നുള്ള ഏക വനിത. അന്ത്യജോദ്ധാരണ സംഘം രൂപവൽക്കരിച്ചത്? അന്ത്യജോദ്ധാരണ സംഘം രൂപവൽക്കരിച്ചത് കെ കേളപ്പൻ. കെ കേളപ്പനാണ് അന്ത്യജോദ്ധാരണ സംഘം രൂപവൽക്കരിച്ചത്. ശാരദ ബുക്ക് ഡിപ്പോ ആരംഭിച്ച മഹാകവി? ശാരദ ബുക്ക് ഡിപ്പോ ആരംഭിച്ച മഹാകവി കുമാരനാശാൻ. കുമാരനാശാനാണ് ശാരദ ബുക്ക് ഡിപ്പോ ആരംഭിച്ച മഹാകവി. CV കുഞ്ഞിരാമൻ പത്രാധിപത്യം വഹിച്ചത് ഏത് പത്രത്തിലാണ്? CV കുഞ്ഞിരാമൻ പത്രാധിപത്യം വഹിച്ചത് ഏത് പത്രത്തിലാണ്? കേരള കൗമുദി. കേരള കൗമുദിയിലാണ് CV കുഞ്ഞിരാമൻ പത്രാധിപത്യം വഹിച്ചത്. ഹൃദുമതി എന്ന നാടകം രചിച്ചത്?
ഹൃദുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി. പ്രേംജിയാണ് ഹൃദുമതി എന്ന നാടകം രചിച്ചത്. ഉപനിഷത്തുക്കളുടെ ദർശനം സംഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏത്? ദർശനമാല. ദർശനമാലയാണ് ഉപനിഷത്തുക്കളുടെ ദർശനം സംഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി. 1891 ജനുവരി 1 സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് ആരായിരുന്നു? KP ശങ്കരമേനോൻ. KP ശങ്കരമേനോൻ ആയിരുന്നു 1891 ജനുവരി 1 സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന മഹാകവി ആരാണ്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി ആരാണ്? വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ് കേരള തുളസീദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കവി. ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഓർക്കിഡ് സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് 2014 ഒക്ടോബർ 2. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത്. കമുകിൻ്റെ ശാസ്ത്രീയ നാമം? കമുകിൻ്റെ ശാസ്ത്രീയ നാമം അരക്കെ കാറ്റച്ചു. അരക്ക കാറ്റച്ചു എന്നതാണ് കമുകിൻ്റെ ശാസ്ത്രീയ നാമം. ഏത് ധാന്യത്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് ധാന്യത്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ബാർലി. ബാർലിയിൽ നിന്നുമാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്. ഡാൽട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം? ഡാൽട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്ധത. വർണ്ണാന്ധതയാണ് ഡാൽട്ടണിസം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗമേതാണ്? ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗമേതാണ്? അനോക്സിയ. അനോക്സിയയാണ് ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്ക് ഉണ്ടാകുന്ന രോഗം. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ എന്തിൻ്റെ സാന്നിധ്യം മൂലമാണ് രക്തം കട്ടപിടിക്കാത്തത്? മനുഷ്യ ശരീരത്തിൽ ഏതിൻ്റെ സാന്നിധ്യം മൂലമാണ് രക്തം കട്ടപിടിക്കാത്തത്? ഹെപ്പാരിൻ. മനുഷ്യ ശരീരത്തിൽ ഹെപ്പാരിൻ്റെ സാന്നിധ്യം മൂലമാണ് രക്തം കട്ടപിടിക്കാത്തത്. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് മില്ലിഗൻ. റോബർട്ട് മില്ലിഗനാണ് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത്. ലിപിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിപിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിഥിയം. ലിപിഡോലൈറ്റ് ലിഥിയത്തിൻ്റെ അയിരാണ്. ഇന്ത്യ എഡുസാറ്റ് വിക്ഷേപിച്ച തീയതി? ഇന്ത്യ എഡുസാറ്റ് വിക്ഷേപിച്ച തീയതി 2004 സെപ്റ്റംബർ 20. 2004 സെപ്റ്റംബർ 20 ഇന്ത്യ എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത്. യു സെഡ് ഇറ്റ് ആരുടെ കാർട്ടൂണാണ്? യു സെഡ് ഇറ്റ് ആരുടെ കാർട്ടൂണാണ്? RK ലക്ഷ്മൺ. RK ലക്ഷ്മണൻ്റെ കാർട്ടൂണാണ് യു സെഡ് ഇറ്റ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം? മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബല്ലം. സെറിബല്ലമാണ് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം സിങ്ക്. സിങ്ക് ആണ് ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടം. കാർഷിക കട മേഖലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ലോക മഴക്കാട് ദിനം? ലോക മഴക്കാട് ദിനം ജൂൺ 22. ജൂൺ 22 ലോക മഴക്കാട് ദിനം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം? 25. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ 25 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്? കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. ആലപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി? ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി വർധ പദ്ധതി. വർധ പദ്ധതിയാണ് ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത്? കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമനമ്പി. രാമനമ്പി ആയിരുന്നു കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ? യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ. കടയപ്രത്ത് കുഞ്ഞപ്പ നമ്പ്യാർ ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? കടയപ്രത്ത്
കുഞ്ഞപ്പ നമ്പ്യാർ ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? KA കേരളീയൻ. KA കേരളീയൻ എന്ന പേരിലാണ് കടയപ്പുറത്ത് കുഞ്ഞപ്പ നമ്പ്യാർ പ്രസിദ്ധി നേടിയത്. പ്ലാസ്മയുടെ 90% ഘടകം. പ്ലാസ്മയുടെ 90% ഘടകം ജലം. പ്ലാസ്മയുടെ 90%വും ജലമാണ്. എന്താണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? എന്താണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ ടെക്ടോണിക്. ടെക്ടോണിക് ബലങ്ങളാണ് ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം. ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം യൂറോപ്പ. യൂറോപ്പയാണ് ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം. ഓസോൺ ഏത് വാതകത്തിൻ്റെ രൂപാന്തരത്വം ആണ്? ഓസോൺ ഏത് വാതകത്തിൻ്റെ രൂപാന്തരത്വമാണ്? ഓക്സിജൻ. ഓക്സിജൻ്റെ രൂപാന്തരത്വമാണ് ഓസോൺ. ഇരുവഴിഞ്ഞിപ്പുഴ എന്തിൻ്റെ പ്രധാന പോഷക നദിയാണ്? ഇരുവഴിഞ്ഞിപ്പുഴ ഏതിൻ്റെ പ്രധാന പോഷക നദിയാണ്? ചാലിയാർ. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചതാര്? വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചത് സ്വാമി ശിവാനന്ദ പരമഹംസർ. സ്വാമി ശിവാനന്ദ പരമഹംസറാണ് വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചത്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? താമരയും ചപ്പാത്തിയും. താമരയും ചപ്പാത്തിയുമാണ് 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എന്ന്? മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയതെന്നാണ് 1857 ഏപ്രിൽ 8-ന്. 1857 ഏപ്രിൽ 8-നാണ് മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത്. സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏത് ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്നു? സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏത് ഗ്രഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചൊവ്വ. ചൊവ്വയിലാണ് സൗരയൂഥത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. തുഞ്ചൻ പറമ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? തുഞ്ചൻ പറമ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരൂർ. തിരൂരിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്ക്. ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് നിലവിലുള്ളത്? ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് നിലവിലുള്ളത്? 25. ഇന്ത്യയിൽ നിലവിൽ 25 ഹൈക്കോടതികളാണ് ഉള്ളത്. വംശവിവേചനത്തിൻ്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് വംശവിവേചനത്തിൻ്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. ഏതുതരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ഏതുതരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ബാക്ടീരിയ. ടൈഫോയിഡ് പരത്തുന്നത് ബാക്ടീരിയയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ജീവകം എയുടെ രാസനാമം. ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ. റെറ്റിനോൾ എന്നതാണ് ജീവകം എയുടെ രാസനാമം. പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ജില്ല. പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയാണ് പടയണി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ജില്ല. കേരളത്തിൽ ആദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? പാലക്കാട്. പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത്. തുടർച്ചയായ 6 തവണ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക വ്യക്തി ആരാണ്? ലാലു പ്രസാദ് യാദവ്. ലാലു പ്രസാദ് യാദവാണ് തുടർച്ചയായി 6 തവണ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക വ്യക്തി. ഏത് ഇന്ത്യൻ നഗരമാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഏത് ഇന്ത്യൻ നഗരമാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്? റാഞ്ചി. റാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. വെള്ളക്കടുവകളുടെ സാന്നിധ്യത്താൽ പ്രസിദ്ധമായ ഒഡീഷയിലെ സുവോളജിക്കൽ പാർക്ക് ഏതാണ്? നന്ദൻകാനൻ സുവോളജിക്കൽ പാർക്ക്. നന്ദൻകാനൻ സുവോളജിക്കൽ പാർക്കാണ് വെള്ളക്കടുവകളുടെ സാന്നിധ്യത്താൽ പ്രസിദ്ധമായ ഒഡീഷയിലെ സുവോളജിക്കൽ പാർക്ക്. ആൻറ്റി റേഡിയേഷൻ വിഭാഗത്തിൽ ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച മിസൈൽ രുദ്രം. രുദ്രം എന്ന മിസൈലാണ് ആൻറ്റി റേഡിയേഷൻ വിഭാഗത്തിൽ ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച മിസൈൽ. കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ഇന്ധനം. കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ഇന്ധനം കൽക്കരി.
കൽക്കരിയാണ് കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ഇന്ധനം. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജപ്പാൻ. ജപ്പാനാണ് കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ. വെല്ലിംഗ്ടൺ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്. പെൻസിലിൻ്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏത്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് പെൻസിലിൻ്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം. ജലത്തിലൂടെയുള്ള പരാഗണം. ജലത്തിലൂടെയുള്ള പരാഗണം അറിയപ്പെടുന്നത് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലി എന്നാണ് ജലത്തിലൂടെയുള്ള പരാഗണം അറിയപ്പെടുന്നത്. അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. കാൽസ്യമാണ് അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം. ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം മോണോസൈറ്റ്. മോണോസൈറ്റ് ആണ് ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം. മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിച്ച വർഷം. മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിച്ച വർഷം 1973. 1973 മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിച്ചത്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കട്ടക്ക്. ഒഡീഷയിലെ കട്ടക്കിലാണ് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ചെന്നൈ. ചെന്നൈയിലാണ് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്കൂൾ. ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്കൂൾ സഹജ് ഇൻ്റർനാഷണൽ. കൊച്ചിയിലെ സഹജ് ഇൻ്റർനാഷണലാണ് ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്കൂൾ. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രിയാണ് സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ. രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത്. രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ് രാമചരിതമാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത്. തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം തഞ്ചാവൂർ. തഞ്ചാവൂരാണ് തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം. ഗുജറാത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. ഗുജറാത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു. ദാമൻ ദിയു ആണ് ഗുജറാത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. കവിതയ്ക്കുള്ള കബീർ സമ്മാനം നൽകുന്ന സംസ്ഥാനം. കവിതയ്ക്കുള്ള കബീർ സമ്മാനം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് കവിതയ്ക്കുള്ള കബീർ സമ്മാനം നൽകുന്ന സംസ്ഥാനം. രാജ്യത്തെ സെക്കൻഡറി സ്കൂളുകളുടെ ഭൗതികവും വിദ്യാഭ്യാസപരവുമായ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ആരംഭിച്ച പാഠ്യപദ്ധതി രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനാണ് രാജ്യത്തെ സെക്കൻഡറി സ്കൂളുകളുടെ ഭൗതികവും വിദ്യാഭ്യാസപരവുമായ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ആരംഭിച്ച പാഠ്യപദ്ധതി. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലയിലുള്ള ഏക സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലയിലുള്ള ഏക സംസ്ഥാനം. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം. 1925 കോഴിക്കോട്ട് ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. 1925 കോഴിക്കോട്ട് ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് മിതവാദി സി കൃഷ്ണൻ. മിതവാദി സി കൃഷ്ണനാണ് 1925 കോഴിക്കോട്ട് ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. മയ്യഴി വിമോചന സമരം നയിച്ചത്. മയ്യഴി വിമോചന സമരം നയിച്ചത് IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി വിമോചന സമരം നയിച്ചത്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് CK കുമാരപ്പണിക്കർ. CK കുമാരപ്പണിക്കറാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത്. വാസവദത്തയുടെയും ഉപഗുപ്തൻ്റെയും കഥ പറയുന്ന കുമാരനാശാൻ്റെ കാവ്യം കരുണ. കരുണയാണ് വാസവദത്തയുടെയും ഉപഗുപ്തൻ്റെയും കഥ പറയുന്ന കുമാരനാശാൻ്റെ കാവ്യം. ധീവര തരുണിയുടെ വിലാപം രചിച്ചത്. ധീവര തരുണിയുടെ വിലാപം രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പനാണ് ധീവര തരുണിയുടെ വിലാപം രചിച്ചത്. രവീന്ദ്രനാഥ ടാഗോറിനെ ആദരിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കാവ്യമേത്?
ദിവ്യകോകിലം. ദിവ്യകോകിലമാണ് രവീന്ദ്രനാഥ ടാഗോറിനെ ആദരിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കാവ്യം. നായർ കൃത്യജനസംഘം ഏത് സംഘടനയുടെ മുൻഗാമിയാണ്? നായർ കൃത്യജനസംഘം ഏത് സംഘടനയുടെ മുൻഗാമിയാണ്? NSS. NSSന്റെ മുൻഗാമിയാണ് നായർ കൃത്യജനസംഘം. കാലിഡോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? കാലിഡോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഡേവിഡ് ബ്രൂസ്റ്റർ. ഡേവിഡ് ബ്രൂസ്റ്റർ ആണ് കാലിഡോസ്കോപ്പ് കണ്ടുപിടിച്ചത്. പായലിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പായലിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ബ്രയോളജി. ബ്രയോളജിയാണ് പായലിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. തെരുക്കൂത്ത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? തെരുക്കൂത്ത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് തെരുക്കൂത്ത്. ഏത് മൂലകത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക്? ഏത് മൂലകത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക്? യുറേനിയം. യുറേനിയത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക്. കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഴക്കൂട്ടം. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്താണ് കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ ഭവൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി ആണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ ഭവൻ സ്ഥാപിച്ചത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠയ്യർ. എസ് നീലകണ്ഠയ്യറാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏത്? ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ശാസ്ത്രീയമായി പരിഷ്കരിച്ചത് ആര്? ആൽഫ്രഡ് വേഗ്നർ. ആൽഫ്രഡ് വേഗ്നറാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം ശാസ്ത്രീയമായി പരിഷ്കരിച്ചത്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആവാസം. ആവാസം എന്നാണ് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ദ്വീപുകളിൽ ഒന്നായ സാൽസെറ്റ് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ദ്വീപുകളിൽ ഒന്നായ സാൽസെറ്റ്. ഏത് സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമാണ് ധരംശാല? ഏത് സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമാണ് ധരംശാല? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനമാണ് ധരംശാല. ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ. ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ നാലാം നിയമസഭ. നാലാം നിയമസഭയാണ് ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന കേരള നിയമസഭ. മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ. കെ ജയകുമാറാണ് മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ. ജോർജ് അഞ്ചാമനാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ്. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റ. JRD ടാറ്റയാണ് ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഡെറാഡൂൺ. ഡെറാഡൂൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷം. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷം 1952 മാർച്ച്. 1952 മാർച്ചിലാണ് കേരളത്തിൽ ആദ്യമായി SSLC പരീക്ഷ നടന്നത്. സെന്റിനലീസ് എവിടുത്തെ ആദിവാസി വിഭാഗമാണ്? സെന്റിനലീസ് എവിടുത്തെ ആദിവാസി വിഭാഗമാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിവാസി വിഭാഗമാണ് സെന്റിനലീസ്. ഹാൽഡിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹാൽഡിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഹാൽഡിയ എണ്ണ ശുദ്ധീകരണശാല പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം. സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം ചെറായി. എറണാകുളം ജില്ലയിലെ ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം. പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യറാണ് പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. 1921 പാമ്പാടി ജോൺ ജോസഫ് ആരംഭിച്ച പ്രസ്ഥാനം. 1921 പാമ്പാടി ജോൺ ജോസഫ് ആരംഭിച്ച പ്രസ്ഥാനം ചേരമർ മഹാജനസഭ. ചേരമർ മഹാജനസഭയാണ് 1921 പാമ്പാടി ജോൺ ജോസഫ് ആരംഭിച്ച പ്രസ്ഥാനം.
ദളിത് നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ഐക്കര നാടുവാഴിയുടെ സ്വീകരണം സംഘടിപ്പിച്ചത്? പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി ജോൺ ജോസഫാണ് ദളിത് നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ഐക്കര നാടുവാഴിയുടെ സ്വീകരണം സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ സുബ്ബരാമൻ വിജയലക്ഷ്മി. സുബ്ബരാമൻ വിജയലക്ഷ്മിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തി ബൽറാം ജാഖർ. ബൽറാം ജാഖറാണ് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തി. ജ്വാലാമുഖി ഏത് വിളയുടെ അത്യുൽപാദന വിത്തിനമാണ്? ജ്വാലാമുഖി ഏത് വിളയുടെ അത്യുൽപാദന വിത്തിനമാണ്? മുളക്. മുളകിൻ്റെ അത്യുൽപാദന വിത്തിനമാണ് ജ്വാലാമുഖി. മഹൽവാരി നികുതി സമ്പ്രദായം 1822 വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പാക്കിയത്? ഹോൾട്ട് മക്കൻസി. ഹോൾട്ട് മക്കൻസിയാണ് മഹൽവാരി നികുതി സമ്പ്രദായം 1822 വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പാക്കിയത്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് പ്രസ്താവിച്ചത്? വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് പ്രസ്താവിച്ചത് വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലുവാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് പ്രസ്താവിച്ചത്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1984. 1984 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയറിലാണ് സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി മീസോസ്ഫിയർ. മീസോസ്ഫിയറിലാണ് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്നത്. മുണ്ടക്കയം ലഹള, വാകത്താനം ലഹള എന്നിവയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീ കുമാരഗുരുദേവൻ. ശ്രീ കുമാരഗുരുദേവനാണ് മുണ്ടക്കയം ലഹള, വാകത്താനം ലഹള എന്നിവയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. മനുഷ്യൻ എന്ന കൃതി രചിച്ചത്? മനുഷ്യൻ എന്ന കൃതി രചിച്ചത് കെ ദാമോദരൻ. കെ ദാമോദരനാണ് മനുഷ്യൻ എന്ന കൃതി രചിച്ചത്. പുരുഷസിംഹം എന്നറിയപ്പെട്ടത്? പുരുഷസിംഹം എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷസിംഹം എന്നറിയപ്പെട്ടത്. നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ആരുടെ ജീവചരിത്രമാണ്? നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നത് ആരുടെ ജീവചരിത്രമാണ്? കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ചത്. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസൻ. കാളിദാസനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കുറവ് ഗവൺമെൻറ് സ്കൂളുകളുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കുറവ് ഗവൺമെൻറ് സ്കൂളുകളുള്ള ജില്ല വയനാട്. വയനാട്ടിലാണ് ഏറ്റവും കുറവ് ഗവൺമെൻറ് സ്കൂളുള്ളത്. കേരളത്തിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ആദ്യ വനിത. കേരളത്തിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ആദ്യ വനിത ജാൻസി ജെയിംസ്. ജാൻസി ജെയിംസ് ആണ് കേരളത്തിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ആദ്യ വനിത. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? നാഗാലാൻഡ്. നാഗാലാൻഡിലെ പ്രധാന ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ. പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ. തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ. 1913 കൊച്ചി പുലയ മഹാജനസഭ സ്ഥാപിച്ചത്? 1913 കൊച്ചി പുലയ മഹാജനസഭ സ്ഥാപിച്ചത് കൃഷ്ണാദിയാശാൻ. കൃഷ്ണാദിയാശാനാണ് 1913 കൊച്ചി പുലയ മഹാജനസഭ സ്ഥാപിച്ചത്. ശുഭാനന്ദ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശുഭാനന്ദ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുകോൽ. മാവേലിക്കരയിലെ ചെറുകോലിലാണ് ശുഭാനന്ദ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. ആർ ശങ്കറാണ് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. ലോക സാമൂഹിക നീതി ദിനം. ലോക
സാമൂഹിക നീതി ദിനം ഫെബ്രുവരി 20. ഫെബ്രുവരി 20-നാണ് ലോക സാമൂഹിക നീതി ദിനം. തിലധാര ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? തിലധാര ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? എള്ള്. എള്ളിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് തിലധാര. അർക്ക സുപ്രഭാത് എന്തിൻ്റെ സങ്കലനമാണ്? അർക്ക സുപ്രഭാത് എന്തിൻ്റെ സങ്കലനമാണ്? മാവ്. മാവിൻ്റെ സങ്കലനമാണ് അർക്ക സുപ്രഭാത്. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത്? ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ. ക്ലാവിക്കിളാണ് ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല? കേരളത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ളത്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ KP കേശവമേനോൻ രചിച്ച കൃതി? ബന്ധനത്തിൽ നിന്ന്. ബന്ധനത്തിൽ നിന്ന് എന്ന കൃതിയാണ് വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ KP കേശവമേനോൻ രചിച്ചത്. സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത്? സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നി. ദയാറാം സാഹ്നിയാണ് സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത്. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻഡോക്സൈഡ്. വനേഡിയം പെൻഡോക്സൈഡാണ് സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി എവിടെയാണ്? പനാജി. ഗോവയിലെ പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര്? കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര് ഗുരുവായൂരപ്പൻ കോളേജ്. ഗുരുവായൂരപ്പൻ കോളേജ് എന്നതാണ് കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ളത്. കേരള ചരിത്രത്തിൽ മാഗോദൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം? കേരള ചരിത്രത്തിൽ മാഗോദൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം മഹോദയപുരം. മഹോദയപുരമാണ് കേരള ചരിത്രത്തിൽ മാഗോദൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം. പൊയ്കേലി യോഹന്നാൻ്റെ യഥാർത്ഥ പേര്? പൊയ്കേലി യോഹന്നാൻ്റെ യഥാർത്ഥ പേര് കുമാരൻ. കുമാരൻ എന്നതാണ് പൊയ്കേലി യോഹന്നാൻ്റെ യഥാർത്ഥ പേര്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ. പാമീറാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധന? വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റാണ് വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധന. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്? നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. കേരളത്തിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി EFLU ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം. മലപ്പുറത്താണ് കേരളത്തിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമ ബംഗാളിൽ ഗംഗാ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്? പശ്ചിമ ബംഗാളിൽ ഗംഗാ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഫറാക്ക അണക്കെട്ട്. ഫറാക്ക അണക്കെട്ടാണ് പശ്ചിമ ബംഗാളിൽ ഗംഗാ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. ഗഡ്ക ഏത് സംസ്ഥാനത്തെ ആയോധന കലയാണ്? ഗഡ്ക ഏത് സംസ്ഥാനത്തെ ആയോധന കലയാണ്? പഞ്ചാബ്. ഗഡ്ക പഞ്ചാബ് സംസ്ഥാനത്തെ ആയോധന കലയാണ്. കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം? കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം. കബഡിയുടെ ജന്മനാട്? കബഡിയുടെ ജന്മനാട് ഇന്ത്യ. ഇന്ത്യയാണ് കബഡിയുടെ ജന്മനാട്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്? ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പെരമ്പൂർ. ചെന്നൈയിലെ പെരമ്പൂരിലാണ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൃഷിമന്ത്രി. കൃഷിമന്ത്രിയാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ. മുത്തുകളുടെ നഗരം എന്ന പരിനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം? തൂത്തുക്കുടി. തൂത്തുക്കുടിയാണ് മുത്തുകളുടെ നഗരം എന്ന പരിനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം.
നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ആര്? നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ഗുൽസരിലാൽ നന്ദ. ഗുൽസരിലാൽ നന്ദയാണ് നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത്. മസ്തിഷ്കത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം. മസ്തിഷ്കത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡുല്ല. മെഡുല്ലയാണ് മസ്തിഷ്കത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം. മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം. മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം കർഷക തിലകം. കർഷക തിലകമാണ് മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനാണ് സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയവാൾവ് ഏതാണ്? ചിത്ര. ചിത്രയാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയവാൾവ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല നുവാൽസ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. നുവാൽസ് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ സർവകലാശാല. മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ട്രൈക്കോളജി. ട്രൈക്കോളജിയാണ് മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. ഉത്തര മഹാസമതലത്തിൽ രൂപം കൊണ്ട സംസ്കാരം ഏത്? ഉത്തര മഹാസമതലത്തിൽ രൂപം കൊണ്ട സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരമാണ് ഉത്തര മഹാസമതലത്തിൽ രൂപം കൊണ്ട സംസ്കാരം. ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ്? ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISROയുടെ സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ്? ബംഗളൂരു. ബംഗളൂരുവിലാണ് ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെൻറ്റർ. കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നാണ്? കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നാണ്? കൊച്ചി. കൊച്ചിയിൽ നിന്നാണ് കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത്. പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം മയോളജി. മയോളജിയാണ് പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത്. കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് അനിമോഫിലി. അനിമോഫിലി എന്നാണ് കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത്. ആദ്യത്തെ കൃത്രിമ നാര്. ആദ്യത്തെ കൃത്രിമ നാര് റയോൺ. റയോൺ ആണ് ആദ്യത്തെ കൃത്രിമ നാര്. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ അലോഹ ഘടകം. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ അലോഹ ഘടകം കാർബൺ. കാർബൺ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ അലോഹ ഘടകം. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ട്രക്കിയ. ട്രക്കിയയാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകന് മലയാള മനോരമ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? കർഷകശ്രീ. കർഷകശ്രീ പുരസ്കാരമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകന് മലയാള മനോരമ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം. ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യ സർവകലാശാല. ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല. മഹാത്മാഗാന്ധി സർവകലാശാലയാണ് ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യ സർവകലാശാല. മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത്. മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത്. ആദ്യത്തെ വേദം ഋഗ്വേദം. ഋഗ്വേദമാണ് ആദ്യത്തെ വേദം. ലോകത്ത് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട്. ലോകത്ത് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ടിൻ്റെ പേര് സോഫിയ. സോഫിയ എന്നതാണ് ലോകത്ത് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ടിൻ്റെ പേര്. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പ് വിളിച്ചിരുന്ന പേര്. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പ് വിളിച്ചിരുന്ന പേര് പെരിയസ്വാമി. പെരിയസ്വാമി എന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പ് വിളിച്ചിരുന്നത്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ 100 മില്ലി രക്തത്തിൽ എത്ര ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കും? 12 മുതൽ 16 ഗ്രാം വരെ. 12 മുതൽ 16 ഗ്രാം വരെയാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ 100 മില്ലി രക്തത്തിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ളത്. ഭൂമി ഏത് ദിശയിലാണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്? ഭൂമി ഏത് ദിശയിലാണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്. ഓസോൺ പാളിയുടെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ്. ഓസോൺ പാളിയുടെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ. ഓസോൺ പാളിയുടെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ. പ്രശസ്തമായ ചിത്രക്കോട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പ്രശസ്തമായ ചിത്രക്കോട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഇന്ദ്രാവതി. ഇന്ദ്രാവതി നദിയിലാണ് പ്രശസ്തമായ ചിത്രക്കോട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് നഗരത്തിലാണ്?
ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് നഗരത്തിലാണ്? വാരാണസി. വാരാണസിയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര്? നാനാ സാഹിബ്. നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള സർവകലാശാല? കാലിക്കറ്റ് സർവകലാശാല. കാലിക്കറ്റ് സർവകലാശാലയാണ് ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള സർവകലാശാല. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് നിർമ്മിക്കുന്ന പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം? കൂനൂർ. കൂനൂറാണ് പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് നിർമ്മിക്കുന്ന പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയാണ് തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്ററ്റ്. ജോർജ് വിറ്ററ്റ് ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത്. കവരത്തിക്ക് മുമ്പ് ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനമായിരുന്നത്? കവരത്തിക്ക് മുമ്പ് ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനമായിരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് കവരത്തിക്ക് മുമ്പ് ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനമായിരുന്നത്. ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്ത തമിഴ് ഗാനത്തിൻ്റെ രചയിതാവ്? സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്ത തമിഴ് ഗാനത്തിൻ്റെ രചയിതാവ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി നേടിയ സംസ്ഥാനം? ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി നേടിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ളത്. ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം? ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ. മണിപ്പൂറാണ് ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും അധികം ഇ മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും അധികം ഇ മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഇ മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് ആണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ഇന്ത്യക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പിലാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സ്റ്റാമ്പിലാണ് ഇന്ത്യക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ? കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ജോൺ മത്തായി. ജോൺ മത്തായി ആയിരുന്നു കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത്? സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചതാരാണ്? മൊറാർജി ദേശായി. 1979 ഫെബ്രുവരി 11 മൊറാർജി ദേശായിയാണ് സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്? അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിഹാങ്. ദിഹാങ് എന്ന പേരിലാണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി? കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖ. ചിത്രലേഖയാണ് കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി. കലോരിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം? കലോരിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് കലോരിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്? കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡാണ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്. പോളിയോ വൈറസിനെ കണ്ടെത്തിയതാര്? പോളിയോ വൈറസിനെ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ, എർവിൻ പോപ്പർ. കാൾ ലാൻഡ്സ്റ്റൈനർ, എർവിൻ പോപ്പൻ എന്നിവരാണ് പോളിയോ വൈറസിനെ കണ്ടെത്തിയത്. തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ. കൃഷ്ണ നദിയാണ് തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി. ഒന്നിനു പിറകെ ഒന്നായി റോക്കറ്റുകൾ തൊടുക്കാവുന്ന ഇന്ത്യൻ റോക്കറ്റ് സംവിധാനം? ഒന്നിനു പിറകെ ഒന്നായി റോക്കറ്റുകൾ തൊടുക്കാവുന്ന ഇന്ത്യൻ റോക്കറ്റ് സംവിധാനം പിനാക്ക. പിനാക്കയാണ് ഒന്നിനു പിറകെ ഒന്നായി റോക്കറ്റുകൾ തൊടുക്കാവുന്ന ഇന്ത്യൻ റോക്കറ്റ് സംവിധാനം. ഒരു കാലത്ത് വള്ളുവ നഗരം എന്നറിയപ്പെട്ടിരുന്നത്? ഒരു കാലത്ത് വള്ളുവ നഗരം എന്നറിയപ്പെട്ടിരുന്നത് അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറമാണ് ഒരു കാലത്ത് വള്ളുവ നഗരം എന്ന് അറിയപ്പെട്ടിരുന്നത്. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ? മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ. കെ ജയകുമാറാണ് മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന. ലുധിയാനയാണ് ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത്. പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ്? പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഒക്ടേൻ നമ്പർ. ഒക്ടേൻ നമ്പറാണ് പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ
സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലിൻ്റെ ആദ്യ വനിതാ ചെയർപേഴ്സൺ. സെയിലിൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ സോമ മൊണ്ടൽ. സോമ മൊണ്ടലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. മലയാളത്തിൽ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത്. മലയാളത്തിൽ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് പോഞ്ഞിക്കര റാഫി. പോഞ്ഞിക്കര റാഫിയാണ് മലയാളത്തിൽ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത്. ആരുടെ രചനയാണ് അരനാഴിക നേരം? ആരുടെ രചനയാണ് അരനാഴിക നേരം? പാറപ്പുറത്ത്. KE മത്തായിയുടെ തൂലികാനാമമാണ് പാറപ്പുറത്ത്. പാറപ്പുറത്തിൻ്റെ രചനയാണ് അരനാഴിക നേരം. ഹൈഡ്രജൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. ഏത് കലാരൂപമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടത്? ഏത് കലാരൂപമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടത്? രാമനാട്ടം. രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടത്. ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരായിരുന്നു? ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ബിപിൻ ചന്ദ്രപാൽ. ബിപിൻ ചന്ദ്രപാലാണ് ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ്. ആനക്കയം 1 ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? ആനക്കയം 1 ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? കശുവണ്ടി. കശുവണ്ടിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് ആനക്കയം 1. മലയാള ഭാഷയിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏതാണ്? മലയാള ഭാഷയിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ. വേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പേര്? വേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പേര് അനാൽജസിക്കുകൾ. അനാൽജസിക്കുകളാണ് വേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പേര്. ഭൂമിയിൽ ജീവനടിസ്ഥാനമായ മൂലകം എന്നറിയപ്പെടുന്നത്? ഭൂമിയിൽ ജീവനടിസ്ഥാനമായ മൂലകം എന്നറിയപ്പെടുന്നത് കാർബൺ. കാർബണാണ് ഭൂമിയിൽ ജീവനടിസ്ഥാനമായ മൂലകം എന്നറിയപ്പെടുന്നത്. ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത്? ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാർ. ഡച്ചുകാരാണ് ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത്. ഇന്ത്യയിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം? ഇന്ത്യയിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ. മലയാറ്റൂരാണ് ഇന്ത്യയിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം. ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്നത് ഏത് കാർഷിക വിളയിൽ നിന്നാണ്? ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്നത് ഏത് കാർഷിക വിളയിൽ നിന്നാണ്? നെല്ല്. നെല്ലിൽ നിന്നാണ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്? ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് അലി സഹോദരന്മാർ. അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഐതിഹ്യമാല എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത്? ഐതിഹ്യമാല എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാല എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിൻ്റെ ആദ്യ വൈസ് ചാൻസലർ? കുസാറ്റിൻ്റെ ആദ്യ വൈസ് ചാൻസലർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് കുസാറ്റിൻ്റെ ആദ്യ വൈസ് ചാൻസലർ. ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ച സ്ഥലം? നാഗ്പൂർ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്. ഹൊഗനേക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഹൊഗനേക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് ഹൊഗനേക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ച സംസ്ഥാനം? ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ചത്. കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന നഗരം? കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്നത് ഗുവാഹത്തി. ഗുവാഹത്തിയാണ് കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന നഗരം. കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം? കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം കർണാൾ. ഹരിയാനയിലെ കർണാലാണ് കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം. കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത്? കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ. ഭുവനേശ്വറാണ് കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത്. ഏത് പ്രോട്ടീൻ കൊണ്ടാണ് മുടി നിർമ്മിച്ചിരിക്കുന്നത്? ഏത് പ്രോട്ടീൻ കൊണ്ടാണ് മുടി നിർമ്മിച്ചിരിക്കുന്നത്? കെരാറ്റിൻ. കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കൊണ്ടാണ് മുടി നിർമ്മിച്ചിരിക്കുന്നത്. കുടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? കുടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? ഗാന്ധി സ്മാരകനിധിയുടെ പ്രവർത്തനം. ഗാന്ധി സ്മാരകനിധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് കുടൽ കമ്മീഷൻ അന്വേഷിച്ചത്. ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം? ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമി. ഭൂമിയാണ് ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്?
ഗോദാവരി നദിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് എന്ന്? മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചതെന്നാണ്? 2013 മെയ് 23. 2013 മെയ് 23 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ് തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യലബ്ധി വരെ രാജസ്ഥാൻ അറിയപ്പെട്ടിരുന്ന പേര് രജപുത്താന എന്നായിരുന്നു സ്വാതന്ത്ര്യലബ്ധി വരെ രാജസ്ഥാൻ അറിയപ്പെട്ടിരുന്ന പേര്. ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത്. നിയാസിൻ എന്ന് രാസനാമമുള്ള ജീവകമേത്? ജീവകം B3 ആണ് നിയാസിൻ എന്ന് രാസനാമമുള്ള ജീവകം. ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി ഏതാണ്? ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ് ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി. ജലസാന്നിധ്യമുണ്ടെന്ന് നാസയുടെ സോഫിയ ഒബ്സർവേറ്ററി കണ്ടെത്തിയ ചന്ദ്രനിലെ ഗർത്തം? ക്ലേവിയസ് ക്രേറ്റർ ആണ് ജലസാന്നിധ്യമുണ്ടെന്ന് നാസയുടെ സോഫിയ ഒബ്സർവേറ്ററി കണ്ടെത്തിയ ചന്ദ്രനിലെ ഗർത്തം. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് എന്നതാണ് കറിയുപ്പിൻ്റെ രാസനാമം. കയർ ബോർഡിൻ്റെ ആസ്ഥാനമായ കയർ ഹൗസ് എവിടെയാണ്? കൊച്ചിയിലാണ് കയർ ബോർഡിൻ്റെ ആസ്ഥാനമായ കയർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ജീവകം B12 മനുഷ്യനിർമ്മിത രൂപം സയനോകോബാലമിൻ ആണ് ജീവകം B12 മനുഷ്യനിർമ്മിത രൂപം. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം നാട്ടകം. കോട്ടയത്തെ നാട്ടകമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻറ്റിപൈററ്റിക്സ് എന്നാണ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്നത്. പൂസ ഔഷധി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? പാവയ്ക്കയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് പൂസ ഔഷധി. ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും വേർപെട്ടത് എന്നാണ്? 1976 ഏപ്രിൽ 1 ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും വേർപെട്ടത്. ഏഷ്യയിലെ ആദ്യ ശലഭ ഉദ്യാനം ഏത്? തെന്മലയാണ് ഏഷ്യയിലെ ആദ്യ ശലഭ ഉദ്യാനം. പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കുറഞ്ഞ വികിരണം ആൽഫ കിരണമാണ് പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കുറഞ്ഞ വികിരണം. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഒരേയൊരു ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? മായോ പ്രഭുവാണ് ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഒരേയൊരു ബ്രിട്ടീഷ് വൈസ്രോയി. സംഗീത രംഗത്തെ മികവിന് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം സ്വാതി പുരസ്കാരമാണ് സംഗീത രംഗത്തെ മികവിന് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരം. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ ആണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഋഷികേശ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡിലാണ് ഋഷികേശ് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ഥിരം വേദി പനാജി. ഗോവയിലെ പനാജിയിലാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ഥിരം വേദി. ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ പൊഖ്രാൻ സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ പൊഖ്രാൻ സ്ഥിതി ചെയ്യുന്നത്.
കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹള. ചാന്നാർ ലഹളയാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത മീരാബായി. മീരാബായി ആണ് തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. 2021 മുതൽ വധശിക്ഷ നിരോധിച്ച ഏഷ്യൻ രാജ്യം. 2021 മുതൽ വധശിക്ഷ നിരോധിച്ച ഏഷ്യൻ രാജ്യം കസാക്കിസ്ഥാൻ. കസാക്കിസ്ഥാനാണ് 2021 മുതൽ വധശിക്ഷ നിരോധിച്ചത്. ഇന്ത്യയിൽ റെയിൽവേ പാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരേയൊരു സംസ്ഥാനം ഏതാണ്? സിക്കിം. സിക്കിമാണ് ഇന്ത്യയിൽ റെയിൽവേ പാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരേയൊരു സംസ്ഥാനം. നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ സ്ഥാപക ഡയറക്ടറായ മലയാളി. നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ സ്ഥാപക ഡയറക്ടറായ മലയാളി NR മാധവമേനോൻ. NR മാധവമേനോനാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ സ്ഥാപക ഡയറക്ടറായ മലയാളി. ചോളനായ്ക്കന്മാർ എന്ന ഗോത്രവർഗ സമൂഹം താമസിക്കുന്ന പ്രദേശം നിലമ്പൂർ. നിലമ്പൂരിലാണ് ചോളനായ്ക്കന്മാർ എന്ന ഗോത്രവർഗ സമൂഹം താമസിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം അറിയപ്പെടുന്നത് ഫോട്ടോസ്ഫിയർ. ഫോട്ടോസ്ഫിയർ എന്നാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം അറിയപ്പെടുന്നത്. ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5ാമത്തെ. ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപണം നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ്? അഗസ്ത്യമല. ചെന്തുരുണി വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി ബെനഡിക്റ്റ് ലായനി. ബെനഡിക്റ്റ് ലായനിയാണ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളി. കോട്ടയം കുമളി റോഡാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്ന ബീച്ച്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്ന ബീച്ച് ചെറായി. ചെറായി ബീച്ചിലാണ് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയം ഓർഗാനിക് അഗ്രികൾച്ചറൽ ഏരിയ ആയി പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം ഓർഗാനിക് അഗ്രികൾച്ചറൽ ഏരിയ ആയി പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂർ. ഷൊർണൂർ ആണ് കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത്. ഗാന്ധിജി ഏത് ഭാഷയിലാണ് തൻ്റെ ആത്മകഥ എഴുതിയത്? ഗാന്ധിജി ഏത് ഭാഷയിലാണ് തൻ്റെ ആത്മകഥ എഴുതിയത്? ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലാണ് തൻ്റെ ആത്മകഥ എഴുതിയത്. സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ്. സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ചത്. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം DNA ആണ് ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് അർദ്ധഗോളത്തിലാണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് അർദ്ധഗോളത്തിലാണ്? ഉത്തരാർദ്ധഗോളത്തിൽ. ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. 1962 പഞ്ചാബ് ഗവർണറായ മലയാളി ആരാണ്? 1962 പഞ്ചാബ് ഗവർണറായ മലയാളി പട്ടം A താണുപിള്ള. പട്ടം A താണുപിള്ളയാണ് 1962 പഞ്ചാബ് ഗവർണറായ മലയാളി. മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിസംരക്ഷണ കേന്ദ്രം. മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. ചൂലന്നൂരാണ് മയിലുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പരിരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി ഏതാണ്? ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി. കാശ്മീരിൻ്റെ കിരീടത്തിലെ മുത്ത്, ശ്രീനഗറിൻ്റെ മുത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന തടാകം ഏതാണ്? ദാൽ തടാകം. ദാൽ തടാകമാണ് കാശ്മീരിൻ്റെ കിരീടത്തിലെ മുത്ത്, ശ്രീനഗറിൻ്റെ മുത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന തടാകം. കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്നത് വാഴക്കുളം. വാഴക്കുളമാണ് കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്നത്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി ഓൾഫാക്ടറി നെർവ്. ഓൾഫാക്ടറി നെർവാണ് ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ നാഡി. 1936 മൈസൂരിൽ ആകാശവാണി എന്ന പേരിൽ സ്വകാര്യ റേഡിയോ നിലയം ആരംഭിച്ചത് ആരായിരുന്നു? MV ഗോപാലസ്വാമി. MV ഗോപാലസ്വാമിയാണ് 1936 മൈസൂരിൽ
ആകാശവാണി എന്ന പേരിൽ സ്വകാര്യ റേഡിയോ നിലയം ആരംഭിച്ചത്? ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഇടുക്കി. ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനം ഏപ്രിൽ 11 ആചരിക്കുന്നത്? കസ്തൂർബ ഗാന്ധി. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്? സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഇടുക്കിയിലെ മാങ്കുളത്താണ് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? ജോൺ മത്തായി. ജോൺ മത്തായി ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത്. മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ? എഥനോൾ. എഥനോളാണ് മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിൻഡെ ഡോക്ക് പുറത്തിറങ്ങിയത് ഏതു വർഷമാണ്? 1852. 1852 ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിൻഡെ ഡോക്ക് പുറത്തിറങ്ങിയത്. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? സാരാനാഥ്. സാരാനാഥിലാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. കർണാടകയാണ് ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കപ്പലിൽ കൃത്യസമയം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം? കപ്പലിൽ കൃത്യസമയം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ. ക്രോണോമീറ്ററാണ് കപ്പലിൽ കൃത്യസമയം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം. പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? കോസ്മോളജി. കോസ്മോളജിയാണ് പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ആരുടെ നിർബന്ധപ്രകാരമായിരുന്നു മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായത്? രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ലയുടെ നിർബന്ധപ്രകാരമായിരുന്നു മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. സുഗുണവർദ്ധിനി എന്ന സംഘടന രൂപീകരിച്ചത്? സുഗുണവർദ്ധിനി എന്ന സംഘടന രൂപവൽക്കരിച്ചത് അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് സുഗുണവർദ്ധിനി എന്ന സംഘടന രൂപവൽക്കരിച്ചത്. സിമൻ്റ് ആദ്യമായി നിർമ്മിച്ചത് ആര്? ജോസഫ് ആസ്പിഡിൻ. ജോസഫ് ആസ്പിഡിനാണ് സിമൻ്റ് ആദ്യമായി നിർമ്മിച്ചത്. പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത്? പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൊടുമൺ. പത്തനംതിട്ടയിലെ കൊടുമണിലാണ് പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ബന്നാർഘട്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ബന്നാർഘട്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കർണാടകയിലാണ് ബന്നാർഘട്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്ന ജംഷഡ്പൂരിനെ ചുറ്റിയൊഴുകുന്ന നദി? സുബർണരേഖ. സുബർണരേഖ എന്ന നദിയാണ് ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്ന ജംഷഡ്പൂരിനെ ചുറ്റിയൊഴുകുന്ന നദി. ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിലാണ് ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം, ഓൾ സീസൺസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം, ഓൾ സീസൺ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് KC മാമൻ മാപ്പിള വിശേഷിപ്പിച്ചത് ആരെയാണ്? C. കേശവൻ. C. കേശവനെയാണ് തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് KC മാമൻ മാപ്പിള വിശേഷിപ്പിച്ചത്. എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ ആപ്തവാക്യമാണ്? എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ ആപ്തവാക്യമാണ്? ഏഷ്യാഡ്. ഏഷ്യാഡിൻ്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത്. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി? ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി BN റാവു. BN റാവു ആണ് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.